കണ്ട പോന്ന പോക്ക് കണ്ടോ ചേട്ടാ? എന്നാ ചേട്ടാ നമുക്ക് ഇതിൽ കയറാൻ പറ്റുക? ഇതോ അതൊക്കെ സിമ്പിൾ അല്ലേ. അത് ചേട്ടാ ഇതിനു മുമ്പ് വിമാനത്തെ കയറിയിട്ടുണ്ടോ? ഞാൻ കയറിയിട്ടില്ല, പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ആർക്കും കയറാൻ പറ്റിയ വിമാനം തൊട്ടപ്പുറത്തുണ്ട്. ആ വളവ് തിരിഞ്ഞ് അങ്ങോട്ട് പോയാൽ മതി. ഈ വളവ്? അതെ, ആ വളവ് തിരിഞ്ഞ് തൊട്ടപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ കാറില്ല. ഇനി എത്ര ദൂരം പോകണം? കുറച്ചുകൊണ്ട് സത്യം കൊണ്ട് കുറച്ചുകൊണ്ടെന്ന് തോന്നുന്നു. ചേട്ടാ ദോ വിമാനം, നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ. ഇവിടെ ആരും ഇല്ലേ? ഉണ്ട്, ആളുണ്ട്. ഇത് ആരും ഉണ്ടാക്കി? അത് ഞാനേ ഉണ്ടാക്കി. ഇതിനകത്ത് പ്ലേറ്റുകളുണ്ട്, അതുപോലെ ACP ഷീറ്റുകളുണ്ട്, അതേപോലെ സ്ക്വയർ ട്യൂബ്, അതേപോലെ പൈപ്പുണ്ട്, റിങ്ങുകൾ, പിന്നെ ACP ഷീറ്റ്, അതുപോലെ തകിട് കൊണ്ടുള്ള ഷീറ്റുകൾ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ട്, പെയിൻ്റ് ഉണ്ട്, സ്ക്രൂ ഉണ്ട്, അങ്ങനെ കട്ടിംഗ് വീല്, അതേപോലെ റാഡും, അങ്ങനെയുള്ള പല മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചുള്ള വർക്കാണ് നമ്മളിത് ചെയ്യുന്നത്. ആയിരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പിന്തുടരുന്ന ഒരാളെ നേരിൽ കാണണമെന്ന് ഇടയ്ക്കൊരു മോഹമൊളിച്ചു. കുടുംബസമേതം അയാളുടെ വീട്ടിലെത്തി. മിണ്ടാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, മുഖം കൊടുക്കുക പോലും ചെയ്തില്ല. അവിടെ തുടങ്ങിയ വാശിയാണ് ബൈജു മോനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. ഒന്നാമത് പറയട്ടെ, എനിക്ക് ആ യൂട്യൂബറോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. അതുതന്നെ ഞാൻ ലക്ഷ്യം കൈവരിച്ചു എന്നുള്ളത് ലോകക്കാർ മുഴുവനും അംഗീകരിച്ചു. ആ കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റി. അവർക്കിപ്പോൾ ഞാൻ സ്റ്റാറാണ്, അവരും സ്റ്റാറായി കഴിഞ്ഞു. 65,000 രൂപ ചെലവിട്ട് 3 ആഴ്ച കൊണ്ടാണ് മാതൃക രൂപപ്പെടുത്തിയത്. മറ്റ് ഫാബ്രിക്കേഷൻ ജോലികളെല്ലാം മാറ്റിവെച്ച് സ്വന്തം ഇഷ്ടത്തിനൊപ്പം ചേർന്നിരിക്കുകയായിരുന്നു. ആശയം ലാൻഡ് ചെയ്തതോടെ ഒരാൾ മാത്രമല്ല വൈറലായത്. എല്ലാവരും തിരിച്ചറിയാനൊക്കെ തുടങ്ങി. എല്ലാവരും എന്തിയെ വിമാനം എന്തിയെന്നൊക്കെ ചോദിക്കും. വിമാനത്തിൽ സ്റ്റാർ ആയല്ലോ എന്നൊക്കെ പറയും. ഇപ്പം എവിടെ നോക്കിയാലും നിങ്ങൾ തുറന്നാലും നിങ്ങളെ മാത്രമേ ഇപ്പം കാണാനുള്ളല്ലോ. കൂട്ടുകാരെക്കാൾ എല്ലാം വലിപ്പമേറിയ കളിപ്പാട്ടം തനിക്ക് കിട്ടിയതിലുള്ള സന്തോഷത്തിലാണ് മകൾ ഗോഡ്ലി. ഒറിജിനൽ കണ്ടെത്തില്ല, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയത് ഇപ്പൊ കണ്ടെത്തുന്നുണ്ട്. ഇത്രയും വലിയ കളിപ്പാട്ടം കിട്ടി ഈ ലോകത്ത് ഞാനേ ഉള്ളു. വൈറലാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിമാനത്തിന്റെ മാതൃക ഉണ്ടാക്കിയ ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ ആൾ ബൈജുമാനായിരിക്കും. അതുകൊണ്ട് ഉദ്ദേശിച്ച ഗുണം കിട്ടിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആളുകളുടെ എണ്ണത്തിൽ ഇതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി വൻ കുതിച്ചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പത്തനംതിട്ട കൂടുതലിൽ നിന്നും CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. അപ്പോൾ ഇൻസൾട്ടാണ് അല്ലേ എന്ന് പറഞ്ഞൊരു നമ്മുടെ മലയാള സിനിമയിലൊരു പ്രധാനപ്പെട്ട ഡയലോഗുണ്ട്. ആ ഇൻസൾട്ടിൽ നിന്ന് ചില നേട്ടങ്ങളിലേക്ക് നമ്മൾ പോകും. അതാണ് അദ്ദേഹം കാണിച്ചു തന്നത്. അപ്പോൾ അഭിലാൽ നമ്മളോട് പറയും. അഭിലാൽ അങ്ങനെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ കിടക്കുകയാണ്, പറക്കാൻ തയ്യാറായ ഒരു വിമാനം. എന്തായാലും കുട്ടികൾക്ക് വലിയ സന്തോഷമായിരിക്കും, ആ ചുറ്റുപാടുമുള്ള ആളുകൾക്കും അല്ലേ ഒരു സന്തോഷ കാഴ്ചയാണല്ലേ. ആയിരക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ചാനലിൻ്റെ ഉടമയാവുക, യൂട്യൂബറായി നാട്ടിലാകെ അറിയപ്പെടുക എന്നുള്ളത് ബൈജു മോൻ്റെ സമീപകാലത്തെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്താൽ വൈറലാകാം എന്നുള്ള ചിന്തയിലേക്ക് വന്ന് അങ്ങനെ എന്നാൽ പിന്നെ ഭേദപ്പെട്ട വലുപ്പത്തിലുള്ള ഒരു വിമാനം തന്നെ നിർമ്മിച്ചു കളയാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ഫാബ്രിക്കേഷൻ എന്നുള്ള നിത്യവരുമാനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം 3 ആഴ്ച ചിന്തിച്ചതേയില്ല. സ്വന്തമായി വീട്ടിൽ വർക്ക്ഷോപ്പുണ്ട്, വെൽഡിംഗ് സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനെ വിമാനമെന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ അടുത്തു. വിമാനം വീട്ടിലുണ്ടാക്കി വെച്ചാൽ 4 ആൾ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ കൂടൽ ഭാഗത്ത് ഒരു ദിവസം ഈ വിമാനം പ്രദർശന വസ്തുവാക്കി വെച്ചു. അങ്ങനെ കണ്ടവരൊക്കെ ഇതിൻ്റെ പിന്നിലെ കഥ അന്വേഷിച്ചു. അങ്ങനെ വാർത്തയായി തുടങ്ങി. ബൈജു മോനെ നാട്ടിലാകെ അറിയപ്പെടുന്ന യൂട്യൂബറായി മാറ്റുന്ന തരത്തിലേക്ക് ഈ വിമാനത്തിൻ്റെ നിർമ്മിതി കാരണമായി. ആദ്യഘട്ടത്തിൽ പ്രദേശവാസികളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എങ്കിൽ ഈ വിമാന വാർത്ത പുറം ലോകം പറഞ്ഞതോടുകൂടി ആളുകൾ കൂടുതൽ പേർ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണാൻ ഇടയാവുകയും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ആയിരങ്ങൾ കടക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ എന്താണോ ബൈജു മോൻ ലക്ഷ്യം വെച്ചത് അതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. തീർത്തും അസാധാരണമാണ്. കാരണം ഇത്തരത്തിൽ വൈറലാകാൻ വേണ്ടി ഒരു വിമാനത്തിൻ്റെ മാതൃക നിർമ്മിക്കുക എന്നുള്ളത് സമീപകാലത്ത് എവിടെയും കേട്ടുകേഴ്വിയില്ലാത്തതാണ്. എന്തായാലും ബൈജു മോൻ ലക്ഷ്യം കണ്ടിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് കൂടുതലല്ലേ ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയട്ടെ. കൗതുക കാഴ്ചകൾ, കുട്ടികളുടെ സന്തോഷമൊപ്പം സബ്സ്ക്രിപ്ഷനൊക്കെ കൂടട്ടെ അല്ലേ. ശരി അഭിലാൽ.